നമസ്കാരമുണ്ട് എല്ലാവർക്കും. തരകം റിയാക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊന്ന് റിയാക്ഷൻ ചെയ്യാൻ പോകുന്ന ഒരു സിനിമയുടെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ടെസ്റ്റ് എന്ന് പറഞ്ഞ ചിത്രം. ടെസ്റ്റ് എന്ന് പറഞ്ഞ ചിത്രം അത് റിലീസായിട്ടുള്ളത് നെറ്റ്ഫ്ലിക്സിലാണ്. ഈ സിനിമയിൽ ആർ മാധവനുണ്ട്, നയൻതാരയുണ്ട്, മീര ജാസ്മിൻ ഉണ്ട്, സിദ്ധാർത്ഥ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കഴിവുള്ള ആൾക്കാർ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതായത് അഭിനയിക്കാൻ കഴിവുള്ള ആൾക്കാർ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന എസ് ശശികാന്ത് എന്ന് പറഞ്ഞൊരു ഡയറക്ടറാണ്. അദ്ദേഹം മുമ്പ് ചെയ്തിട്ടുള്ള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയാണെന്ന് തോന്നുന്നു തമിഴ് പടമൊക്കെ ചെയ്തത്. തമിഴ് പടം എന്ന് പറഞ്ഞ സിനിമയൊക്കെ ചെയ്തിട്ടുള്ള പുള്ളിയായിരുന്നു. അതൊരു സ്പൂഫ് സിനിമയായിരുന്നു. അപ്പോൾ എന്തായാലും കൂടുതൽ വളച്ചു കയറ്റൊന്നുമില്ല. സിനിമയുടെ റിവ്യൂ ചെയ്യാം. അതായത് ഇതിൻ്റെ പോസിറ്റീവ് സൈഡുകൾ ഞാൻ ആദ്യം പറയാം. പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇതിലെ ആർട്ടിസ്റ്റിൻ്റെ എല്ലാവരുടെയും പെർഫോമൻസ് ഭയങ്കര രസമായിരുന്നു. ഇതിലെ കഥാപാത്രങ്ങളുടെ ഒരു ആർക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമായിരുന്നു. അതായത് പെർഫോമൻസ് പറഞ്ഞാൽ എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് ആർ മാധവൻ്റെയും നയൻതാരയുടെയും പെർഫോമൻസ് ഭയങ്കര അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നയൻതാരയൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആർ മാധവൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ സിദ്ധാർത്ഥിൻ്റെയും മീര ജാസ്മിൻ്റെയും ക്യാരക്ടർ അവർ ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ക്യാരക്ടർ ഒന്നുകൂടെ നല്ലപോലെ എഴുതേണ്ടതായിരുന്നു. അത് നമുക്ക് നെഗറ്റീവ് പറയുമ്പം പറയാം. പിന്നെ അതുപോലെ ഇതിൻ്റെ ബാക്കി ടെക്നിക്കൽ സൈഡും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുറേ ടെസ്റ്റ് മാച്ച് സീനുകളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ആഹ് ഇത്രയൊക്കെയാണ് എനിക്ക് ഇതിൻ്റെ അകത്തൊരു പോസിറ്റീവായിട്ട് തോന്നാനുള്ളത്, അല്ല പറയാനുള്ളത്. കാര്യം പെർഫോമൻസുകളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് പറയാനുള്ളത്. കാര്യം ഇതിൻ്റെ അതിൽ മാധവൻ്റെ ക്യാരക്ടർ ഷിഫ്റ്റും അതുപോലെ നയൻതാരയുടെയും ക്യാരക്ടർ ഇടയ്ക്ക് ഷിഫ്റ്റ് ആവുന്നു. അങ്ങനത്തെ കുറേ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ലപോലെ അവർ ചെയ്തിട്ടുണ്ട്. അത് ഈവൻ സിദ്ധാർത്ഥ് തന്നെ ആ ഒരു ക്യാരക്ടർ പിടിച്ച് എക്സാക്ട്ലി ത്രൂ ഔട്ട് ആ ക്യാരക്ടർ പിടിച്ച് ആ സറ്റിലിറ്റി പിടിച്ചിട്ടാണ് പുള്ളിയുടെ ക്യാരക്ടർ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ള ക്യാരക്ടർ ബീഫ് അനുസരിച്ച് ക്യാരക്ടർ അനുസരിച്ച് അവർ എക്സാക്ട്ലി നല്ലപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നെഗറ്റീവ് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ സിനിമയുടെ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ സ്ക്രിപ്റ്റും അതിൻ്റെ പേസിങ്ങും കാര്യങ്ങളൊക്കെയാണ്. കാര്യം ഇതിൻ്റെ സ്ക്രിപ്റ്റിനകത്ത് കുറച്ച് സംഭവങ്ങളുണ്ട്. പക്ഷേ ആ ഒരു മെയിൻ പ്ലോട്ടിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. എനിക്ക് ഏകദേശം 1 മണിക്കൂർ കൂടുതൽ ആ സമയം എടുക്കുന്നുണ്ട്. പക്ഷേ ആ സമയം എടുക്കുമ്പോൾ ഉണ്ടാവേണ്ട ഒരു നമുക്ക് ക്യാരക്ടറോട് തോന്നേണ്ട കണക്റ്റിവിറ്റിയും അങ്ങനത്തെ പല കാര്യങ്ങൾ ഈവൻ ദോ 1 അവർ കഴിഞ്ഞിട്ടാണ് മെയിനായിട്ടുള്ള കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഈവൻ 1 അവറും അല്ല അതിന് ശേഷമാണ് ഉണ്ടാകുന്നത്. പക്ഷേ ആ സമയത്ത് നമുക്ക് ക്യാരക്ടറോടൊന്നും വലിയൊരു കണക്ഷൻ നമുക്ക് ഒരുപാട് തോന്നുന്നില്ല. കാര്യം മേ ബി അവരുടെ ഒരു എന്താ ഒന്നുകൂടെ ഒന്നത് അവർ എഴുതി ഒന്നുകൂടെ ഇതാക്കേണ്ടതായിരുന്നു എനിക്ക് തോന്നി. അതൊരു കാര്യം. പിന്നെ അതുപോലെ പേസിങ്ങിൻ്റെ കാര്യം പിന്നെ അതുപോലെ തന്നെ എനിക്ക് പിന്നെ തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടാകുന്ന കുറേ സംഭവമുണ്ട്. ഇമോഷണലി ഉണ്ടാകുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്തിലെ ലോജിക്കിന്റെ ഇഷ്യൂ എനിക്ക് എവിടെയൊക്കെയോ തോന്നിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഇവര് ചെയ്യുമോ? ഇങ്ങനെയൊക്കെ ആ ഒരു കഥാപാത്രം എങ്ങനെ ഇങ്ങനെ പ്രതികരിക്കുമോ എന്നൊക്കെ എനിക്ക് തോന്നിയിരുന്നു. അല്ലെ ഈ ഈ ഒരു കഥാപാത്രം ഈ സമയത്ത് ഇങ്ങനെയൊക്കെ പെരുമാറുമോ? അല്ലെങ്കിൽ ഇങ്ങനെ ഇയാള് ചെയ്യാൻ പാടുണ്ടോ? അല്ലെങ്കിൽ ഇതിലെ ലോജിക്ക് എന്താണ് എന്ന് ആ ലോജിക്കിനോടുള്ള കുറേ ചോദ്യങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. ആ സംഭവങ്ങൾ എന്താണെന്ന് ഞാനിപ്പോൾ പറയാൻ പറ്റില്ല. സിനിമ കണ്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അതിനകത്ത് കുറച്ച് മെയിൻ ഇൻസിഡന്റ് ഒക്കെ സംഭവിക്കുമ്പോൾ ഒരാൾ ഇത്ര മണ്ടനാണോ? അല്ലെങ്കിൽ കുറച്ചുകൂടെയൊക്കെ കാര്യങ്ങളൊക്കെ ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് ചെയ്തുകൂടെ? എന്നൊക്കെ നമുക്ക് തോന്നുന്ന കുറേയധികം സ്ഥലങ്ങൾ ഈ സംഭവങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പിന്നെ പടം കഴിയുമ്പഴും നമുക്കതിന് വലിയൊരു എന്താ പറയുക നമുക്ക് ഭയങ്കര സന്തോഷമോ അല്ലെങ്കിൽ ഒരു റിലീഫോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും സിനിമ തീർന്ന് കഴിയുമ്പഴും നമുക്ക് തോന്നുന്നില്ല. പിന്നെ അതുപോലെ എനിക്ക് പറയേണ്ട കാര്യം ഇതിന്റെ എഡിറ്റിംഗ് ഓവറോൾ നല്ല എഡിറ്റിംഗും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ എഡിറ്റിംഗിനെ കുറിച്ച് കൂടുതലൊന്നും എനിക്കറിയത്തില്ല. എന്നാലും ആ ഒരു കാര്യം എനിക്ക് ബേസിക്കായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാല് ഇതിനകത്തില് ആഹ് ഈ കുറേ സീനുകള് സ്റ്റാർട്ടിങ്ങില് കുറേ സീനുകള് ഡിസോൾവ് എന്ന് പറയുന്ന എഫക്റ്റ് ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഡിസോൾവ് എന്ന് പറഞ്ഞ എഫക്റ്റ് സത്യം പറഞ്ഞാല് ഭയങ്കര എനിക്ക് അമച്വറൈസ്ഡ് ആയിട്ടാണ് തോന്നിയത്. കാരണം ഞാൻ പണ്ട് ഷോർട്ട് ഫിലിമൊക്കെ പണ്ടൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സീനീന്ന് വേറെ സീനിലോട്ട് പോകാനൊരു വഴിയില്ലാത്ത പെട്ടെന്ന് എന്താ ചെയ്യണമെന്ന് അറിയാത്ത സമയങ്ങളിൽ നമുക്ക് ഡിസോൾവ് ഇടും. അല്ലെങ്കിൽ ബ്ലാക്ക് ഔട്ട് ഇടും. അത് ഭയങ്കര അമച്വറൈസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. കാര്യം നമുക്ക് തന്നെ അറിയത്തില്ല എങ്ങനെയാണ് അടുത്ത സീനിലോട്ട് പോവുക, എങ്ങനെ ട്രാൻസിഷൻ പോകുന്നത് അറിയാത്തതുകൊണ്ട് നമ്മളൊരു ഡിസോൾവ് ഇട്ട് കൊടുക്കും. ഇതിനകത്ത് കുറേ സീനുകൾ സ്റ്റാർട്ടിങ്ങിൽ കുറേ സീനുകളിൽ ആ ഡിസോൾവ് വന്നിട്ടുണ്ട്. പിന്നെ ആ എഡിറ്ററിനെ പറ്റി നോക്കിയപ്പോൾ എഡിറ്ററൊക്കെ നല്ല വലിയ ഏതോ എഡിറ്ററാണ്. കുറേ സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള എഡിറ്ററാണ്. ഈ ഒരുപാട് നല്ല സിനിമകൾ ചെയ്തിട്ടുള്ള എഡിറ്ററാണ്. അപ്പോൾ എനിക്കത് ചിലപ്പോൾ അദ്ദേഹത്തിന് അസിസ്റ്റന്റ് പോലെ ഇന്റേൺ ഒക്കെ ആയിരിക്കും ആദ്യത്തെ പാർട്ടൊക്കെ എഡിറ്റ് ചെയ്തിട്ടുണ്ടാവുക എന്നാണ് എനിക്ക് തോന്നി. കാര്യം ഒരുപാട് ഡിസോൾവ് വരുന്ന സീനുകളൊക്കെ കാണുമ്പോൾ എന്തോ ഭയങ്കര അരോചകമായിട്ട് തോന്നി. ഭയങ്കര അമച്വറായിട്ട് തോന്നി. അതുപോലെ തന്നെ ചില സീനുകളൊക്കെ സിദ്ധാർത്ഥ് ഇങ്ങനെ നമ്മൾ സീൻ കാണുമ്പോൾ അയാൾ നടന്ന് വരുന്ന നമ്മൾ ഓൾറെഡി സീൻ തുടങ്ങുമ്പോൾ തന്നെ അയാൾ നടന്നായിരിക്കും വരുന്നത്. പക്ഷേ ഇത് ചില സീൻ തുടങ്ങുമ്പം ഓക്കെ 2, 3 പോസിന് ശേഷം അയാൾ നിന്ന് പിന്നെയാണ് നടക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് ആക്ടിങ് അതായത് അതിന് മുമ്പത്തെ പാട്ട് കട്ട് ചെയ്ത് കളയാനാണ്. പക്ഷേ അതൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. അങ്ങനത്തെ കുറേ അമച്വറൈസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഓവറോൾ പറഞ്ഞാൽ
ഭയങ്കര ആവറേജ് ആയിട്ടുള്ള സിനിമ. എനിക്ക് തോന്നുന്നു ഒന്നൂടൊക്കെ സ്ക്രിപ്റ്റിങ്ങിലൊക്കെ അവര് ഒന്നൂടെ ഇൻട്രസ്റ്റിംഗും ത്രില്ലിങ്ങും ഒക്കെ ആക്കേണ്ടായിരുന്നു. ഒന്നൂടെ ലോജിക് പരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ അവർ ചിന്തിക്കേണ്ടതായിരുന്നു. അവരതൊന്നും ചെയ്യാണ്ടാണ് എല്ലാം ഒരു ഓക്കെ ഇങ്ങനെയൊക്കെ കാണിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്നാൽ ഓവറോൾ പറഞ്ഞാൽ ഭയങ്കര ആവറേജ് ആയിട്ടുള്ള ഒരു പടമാണ്. നെറ്റ്ഫ്ലിക്സിലുണ്ട്. നിങ്ങൾക്ക് ചുമ്മാ ഇരിക്കുമ്പോൾ ലോകത്ത് വേറൊരു പണിയില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ ഇരുന്ന് കണ്ടു നോക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ ഗൈസ്. അപ്പോൾ എന്തായാലും വേറൊരു മൂവി റിവ്യൂ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോഴത്തേക്ക് എല്ലാവർക്കും ബൈ, നന്ദി, നമസ്കാരം.